നമസ്കാരം. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് അഥവാ ABVPയുടെ 75ാം സ്ഥാപക ദിന വാർഷികത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ മോഹൻ യാദവ് അദ്ദേഹം രാജ്യ തലസ്ഥാനത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു. ആരൊക്കെയാണ് ഈ ABVPയിൽ നിന്നും രാഷ്ട്രീയം പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം പഠിച്ചുകൊണ്ട് പിന്നീട് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിയത് എന്നതിന്റെ കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹം മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് ഏകദേശം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ABVPയെ കുറിച്ചുള്ള ചില സുപ്രധാന പരാമർശങ്ങളൊക്കെയും നടത്തിയിരുന്നു. നമുക്കറിയാം, കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ മുതൽ BJPയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദ വരെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ ABVPയിൽ നിന്നും സംഘടനാ പ്രവർത്തനം പഠിച്ചു വന്ന ആളുകളാണ്. അല്ലെങ്കിൽ അവരുടെയൊക്കെ അടിസ്ഥാന ബലം എന്നൊക്കെ പറയുന്നത് ABVP എന്ന വിദ്യാർത്ഥി സംഘടന തന്നെയാണ്. ഇനി BJPക്കാർ മാത്രമാണോ ABVPയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം പഠിച്ചതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് ഏക ആശ്വാസം നൽകിയ തെലങ്കാന എന്ന സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിന്റെ ആദ്യ രാഷ്ട്രീയ പാഠശാലയും ABVP തന്നെയായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ABVPയുടെ ശക്തനായ നേതാവ് തന്നെയായിരുന്നു രേവന്ത് റെഡ്ഡി. പിന്നീട് സംഘടനയുമായി തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസിന്റെ ഭാഗമാവുകയായിരുന്നു അദ്ദേഹം. എന്തായാലും നിലവിൽ BJPയുടെയും RSSന്റെയും ഒക്കെ തലപ്പത്തിരിക്കുന്ന പല മുതിർന്ന നേതാക്കളും ABVPയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ട്. ABVP വിദ്യാർത്ഥി പ്രവർത്തകരുടെ പട്ടികയിലുള്ള മറ്റു ചില പ്രശസ്തരാണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ്, മാത്രമല്ല നിതിൻ ഗഡ്കരി, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദർ യാദവ്, G കിഷൻ റെഡ്ഡി, ഗജേന്ദ്ര ഷെഖാവത്ത്, കിരൺ റിജിജു, V മുരളീധരൻ തുടങ്ങി 10ഓളം കേന്ദ്ര മന്ത്രിമാർ ഈ ABVPയിൽ നിന്നും വന്ന ആളുകളാണ്. അതിനോടൊപ്പം തന്നെ BJPയുടെ സംഘടനാ തലത്തിൽ നിൽക്കുന്ന ജനറൽ സെക്രട്ടറിമാരായ സുനിൽ ബൻസാൻ, വിനോദ് ധാവ്ഡെ, ദേശീയ സെക്രട്ടറിമാരായ ആശാ ലഖ്ര, OP ധൻഗർ തുടങ്ങിയ ആളുകളുമൊക്കെ ABVPയിൽ നിന്നും തങ്ങളുടെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ച ആളുകളാണ്. ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായ പുഷ്കർ ധാമി, മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസ്, രാജസ്ഥാനിലെ നിലവിലെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, അതിനോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിൽ പുതിയ മുഖ്യമന്ത്രിയായിട്ടുള്ള വിഷ്ണുദേവ് സായി, ശിവരാജ് സിംഗ് ചൗഹാൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയാണ്. അതിനോടൊപ്പം ജയറാം താക്കൂർ തുടങ്ങി നിരവധി മുൻ മുഖ്യമന്ത്രിമാരും നിലവിലെ ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രിയായ സുശീൽ മോദിയും ഉൾപ്പെടെയുള്ള ആളുകൾ ABVPയിൽ നിന്നുമുള്ളതാണ്. എന്താണ് അച്ചടക്കം, എന്താണ് സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് BJP അവരുടെ നേതാക്കളെ വാർത്തെടുക്കുന്നത്. അതിനുള്ള ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് ABVP തന്നെയാണ്. നമുക്കറിയാം, ഇവിടെയുള്ള മറ്റ് പല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എത്ര പേരാണ് ഈ സജീവമായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നതിന് ശേഷം പിന്നീട് പാർട്ടിയുടെ തലപ്പത്തേക്ക് അല്ലെങ്കിൽ ഭരണത്തിലേക്കൊക്കെ എത്തുന്നതെന്നും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു താരതമ്യം വരുമ്പോൾ മാത്രമേ ABVP എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഔന്നിത്യം മനസ്സിലാവൂ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.